1992 ഇറങ്ങി ഇന്ത്യ മൊത്തം വിജയം കൈവരിച്ച ചിത്രമാണ് മണിരത്നം സംവിധാനം ചെയ്ത റോജ. ചിത്രത്തിലെ നായികയായി എത്തിയത് അന്ന് ഇന്ത്യൻ സിനിമാ ലോകത്ത് തിളങ്ങി നിന്നിരുന്ന നടി മധുബാലയാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിച്ചതിന് പുറമെ അവാർഡുകളും വാരിക്കൂട്ടി. എന്നാൽ ഈ ചിത്രത്തിൻ്റെ വിജയത്തിന് പിന്നാലെ താനും ചിത്രത്തിൻ്റെ സംവിധായകൻ മണിരത്നവും തമ്മിലുള്ള ബന്ധം മോശമായി എന്ന് വെളിപ്പെടുത്തുകയാണ് നടി മധുബാല ഇപ്പോൾ. അക്കാലത്തെ തൻ്റെ സ്വഭാവവും സിനിമാ രംഗത്ത് കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നതിൽ തന്നെ തടഞ്ഞുവെന്ന് സമ്മതിച്ച് മധുബാല. റോജയിലെ പ്രകടനത്തിന് മണിരത്നത്തിന് താൻ ഒരു വിധത്തിലും അന്ന് നന്ദി പറഞ്ഞില്ലെന്നും പറയുന്നു. ഇപ്പോഴാണ് തൻ്റെ കരിയറിൽ മണിരത്നത്തിൻ്റെ സംഭാവനകൾ താൻ തിരിച്ചറിയുന്നത്. നേരത്തെ അദ്ദേഹത്തെ അവഗണിച്ചതിൽ ഇപ്പോൾ ഖേദിക്കുന്നുവെന്നും മധുബാല പറയുന്നു. സിനിമാ രംഗത്ത് ഒരു അഹങ്കാരിയാണ് എന്ന് തോന്നാൻ പല കാരണം ഉണ്ടായിരുന്നുവെന്ന് മധുബാല പറയുന്നു. കരിയറിൻ്റെ തുടക്കത്തിൽ എനിക്ക് എവിടെ നിന്നും ഒരു സഹായവും കിട്ടിയില്ല. എല്ലാ ഉത്തരവാദിത്വവും ഡ്രസ്സിംഗ് മുതൽ മേക്കപ്പ് വരെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തിരുന്നത്. ഇത് എന്നിലൊരു തന്നിഷ്ട സ്വഭാവം വളർത്തിയെന്ന് മധുബാല പറയുന്നു. അതിനാൽ തന്നെ ഏതെങ്കിലും ചലച്ചിത്രം വിജയിച്ചാലും ആളുകൾ നല്ലത് പറഞ്ഞാലും അതെല്ലാം എൻ്റെ കഴിവാണ് എന്ന മനോഭാവത്തിലായിരുന്നു ഞാൻ. ആ വിജയത്തിൻ്റെ അവകാശം ആർക്കും കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. തൻ്റെ അന്നത്തെ മനോഭാവം ചിലരെ തെറ്റായ രീതിയിൽ എന്നെക്കുറിച്ച് പ്രേരിപ്പിക്കാൻ ഇടയാക്കി. റോജയിലെ എൻ്റെ പ്രകടനത്തിൻ്റെ ക്രെഡിറ്റ് മണിസാറിനായിരുന്നു. ആ സമയത്ത് തന്നെ അത് അദ്ദേഹത്തോട് പറയണമായിരുന്നു. എന്നാൽ അന്ന് പറ്റിയില്ല. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന് എല്ലാ ക്രെഡിറ്റും നൽകുന്നു. അദ്ദേഹമാണ് എനിക്കൊരു അടയാളം തന്നത്. ഞാൻ അദ്ദേഹത്തെ പോലെയുള്ളവരുമായി ബന്ധങ്ങൾ സൂക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എത്താതിരുന്നത്, ഒരു അഭിമുഖത്തിൽ മധുബാല പറഞ്ഞു. അതേസമയം സാമന്ത പ്രധാന വേഷത്തിൽ എത്തിയ ശാകുന്തളമാണ് അവസാനമായി മധുബാല അഭിനയിച്ച സിനിമ. അതേസമയം മധുബാല തമിഴ് വെബ് സീരീസായ സ്വീറ്റ് കാരം കോഫിയിലും അഭിനയിച്ചിരുന്നു.